Hello everyone, welcome to the online course of Introduction to Android. Today's session is about emulators, Android virtual devices. Okay, എന്താണ് emulator? Emulatorന്റെ റോൾ എന്താണ്? എസ്പെഷ്യലി ഇൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. നമ്മളൊരു ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടാർഗറ്റ് ഡിവൈസ്, അതായത് നമ്മുടെ മൊബൈൽ ഫോൺ ഫിസിക്കലി USB പോർട്ട് വഴി നിങ്ങളുടെ വർക്കിംഗ് മെഷീൻ ഏതാണോ, ലാപ്ടോപ്പ് ആകാം, ഡെസ്ക്ടോപ്പ് ആവാം, അതിൽ USB പോർട്ട് വഴി കണക്ട് ചെയ്ത് നിങ്ങളുടെ ടാർഗറ്റ് ഡിവൈസിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ കറക്റ്റ് ആയിട്ട് ആക്ടിവിറ്റീസും ബട്ടൺസും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതൊരു ഈസിയസ്റ്റ് മെത്തേഡ് അല്ല. കാര്യം നമുക്ക് എപ്പോഴും നമ്മുടെ മൊബൈൽ ഫോൺസ് കണക്ട് ചെയ്യുക അത് വളരെ ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി ഒരു ഈസിയസ്റ്റ് മെത്തേഡ് ഉണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ എന്താണോ അതിനനുസരിച്ച് നിങ്ങളൊരു വെർച്വൽ ഡിവൈസ് നിങ്ങളുടെ വർക്കിംഗ് മെഷീനിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു റിയൽ മെഷീൻ അല്ല, വെർച്വലി ക്രിയേറ്റ് ചെയ്യാണ് വെർച്വൽ മെഷീൻ. ഈ ഒരു വെർച്വൽ മെഷീനെയാണ് എമുലേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് ഓർ AVD. Typically, an emulator enables the host system, that is your working machine, in order to run the software designed for the target system. The software designed എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ആപ്ലിക്കേഷൻസ് ആണ്. ഇനി നിങ്ങളുടെ ആൻഡ്രോയിഡ് SDKയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റിൽ ആൻഡ്രോയിഡ് എമുലേറ്റർ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അതായത് വെർച്വൽ ഡിവൈസ് കമ്പോണന്റ് ആണ്. ഇനി ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുക. അതിൽ കാണുന്നത് പോലെ തന്നെയാണ് വെർച്വൽ ഡിവൈസ്. റിയൽ മൊബൈൽ ഫോൺ തന്നെ ആയിരിക്കും കാണാനായിട്ട്. ഇനി നിങ്ങൾ ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻസ് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ആ ഒരു വെർച്വൽ കമ്പോണന്റിൽ ശരിക്കും എങ്ങനെയാണോ റൺ ചെയ്യുന്നത്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ശരിക്കും എങ്ങനെയാണോ നിങ്ങളുടെ റിയൽ മെഷീനിൽ റൺ ചെയ്യുന്നത്, അതേപോലെ വെർച്വൽ മെഷീൻസിൽ കാണാൻ പറ്റും. അതൊരു ഈസി മെത്തേഡാണ്. ഇനി ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് ഓർ AVD അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ തന്നെ ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് AVD മാനേജർ. ഓക്കെ, അപ്പോൾ അതൊരു റിയൽ മെഷീൻ അല്ല, വെർച്വൽ മെഷീൻ ആണ്. നമ്മുടെ റിയൽ മെഷീന്റെ എല്ലാ സ്പെസിഫിക്കേഷൻസും ആ ഒരു വെർച്വൽ മെഷീന് ഉണ്ടായിരിക്കും. ഇനി എങ്ങനെയാണ് ഒരു AVD ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ സിസ്റ്റത്തിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ദെൻ സ്റ്റുഡിയോയിൽ റൈറ്റ് ടോപ്പ് കോർണറിൽ AVD മാനേജർ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഒരു സബ് വിൻഡോ വന്നു. ഒരു വെർച്വൽ ഡിവൈസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്രിയേറ്റ് വെർച്വൽ ഡിവൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു സബ് വിൻഡോ വന്നു. നിങ്ങളുടെ ഏത് മോഡലാണോ ടാർഗറ്റ് മെഷീൻ സെലക്ട് ചെയ്യാനാണ്. ഓക്കെ, ഞാനിവിടെ പിക്സൽ സെലക്ട് ചെയ്യാം. നിങ്ങളുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുക. ഇനി വെർഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഏത് AP11 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം. ഏത് ആൻഡ്രോയിഡ് വെർഷൻ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ AVD നെയിം, വെർച്വൽ ഡിവൈസ് നെയിം കൊടുക്കുക. ഫിനിഷ് കൊടുക്കുക. It will take time. ഓക്കെ, ഇപ്പോൾ വീണ്ടും ഒരു സബ് വിൻഡോ വന്നു, ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, പിക്സൽ സ്പെസിഫിക്കേഷൻ അത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ ആക്ഷൻ്റെ അവിടെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആ ഒരു എങ്ങനെയാണ് ഒരു എമുലേറ്റർ കാണുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ലോഞ്ച് ചെയ്തു. ഇതേപോലെ നമുക്കൊരു വെർച്വൽ ഡിവൈസ്, വെർച്വൽ പ്ലാറ്റ്ഫോം നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച്, നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ച് വെർച്വൽ ഡിവൈസ് ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോൾ നമ്മുടെ APKs ഒക്കെ ഉണ്ടെങ്കിൽ പാക്കേജസ് ഒക്കെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം, വെർച്വലി കാണാൻ പറ്റും. ഓക്കെ.